നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബമ്പായം. എല്ലാവർക്കും മേട വിഷു ആശംസകൾ നേരുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അവർക്ക് കേൾക്കുമ്പോഴത്തേക്ക് ചെറിയ വിഷമതകൾ ഉണ്ടാകുന്നതും അത് വലിയ സന്തോഷത്തിന് കാരണമാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പറയുന്നത്. ഉത്രട്ടാതി മീനരാശിക്കൂറാണ്. ധുതിനിധി ധനഭോഗി പണ്ഡിത ശബ്ദരാശോധനം സുഖം പാണ്ഡിത്യ അറിവ് കഴിവ് ഒക്കെ ഉള്ളവരാണ്. അവർ കൂടുതൽ പ്രയത്നം ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, ഉള്ള പൈസ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരൊക്കെയാണ്. പക്ഷേ ഇപ്പം കുറച്ച് കടങ്ങളും ശത്രുക്കളും കയ്യിരിക്കുന്ന വീടും ബാത്റൂം താലും ഒക്കെ കൊടുക്കണമെന്നൊന്ന് തോന്നുകയും കിട്ടാനുള്ള പൈസകൾ കിട്ടാൻ തടസ്സം വരികയും കുറച്ച് കടങ്ങൾ വരികയും ഒക്കെ ഉള്ള വിഷമതകളൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. കാരണം 7.5 ശനിയുടെ കാഠിന്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയമാണ് ഇപ്പോൾ. രാമലക്ഷ്മണന്മാർക്ക് പോലും രാജ്യവും ഭരണവും അധികാരവും ചെങ്കോലും കിരീടവും എല്ലാം കിട്ടിയെങ്കിലും എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതുപോലുള്ള ഒരവസ്ഥയാണ് ഈ മീനക്കൂറുകാർ. 7.5 ശനി എന്ന് പറയുന്നത് നാനാ രോഗം, പല അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രോഗമൊന്നും അല്ലെങ്കിലും ചെറിയൊരു രോഗം വന്നിട്ടും പോണില്ലെന്ന് വിചാരിക്കും. സുഖത്തിനും ദാമ്പത്തികം പുരോഗതിക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, ദാമ്പത്യം, ഭാര്യാഭർത്തൃ കലഹങ്ങൾ, ഭാര്യ മരിക്കുക, ഭർത്താവ് മരിക്കുക, ബന്ധുമരണങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളാണ്. നമുക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ, നമുക്കൊരു അവാർഡ്, അംഗീകാരം, ജോലി, പ്രൊമോഷൻ, സാലറി, പ്രോഫിറ്റ് പലരും നമുക്ക് കിട്ടാനുള്ള കഴിവുകളും അവസരങ്ങളും ഉണ്ടായിട്ടും നമുക്ക് കിട്ടാതെ പോകുന്ന സമയമാണ്. സ്ത്രീകളെ കൊണ്ടുള്ള പ്രയാസം കൂടും. പലവർക്കും ഭാര്യാകലവും ദാമ്പത്യകലവും പിന്നെ ലവർ, ഫ്രണ്ട്സ് അവരൊക്കെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നി ചില ആൾക്കാരോട് ഇഷ്ടം കാണിക്കുന്ന സമയം അത് കഷ്ടത്തിന് കാരണമായി തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. പ്രപഞ്ചാന്ന് വെച്ചാൽ വീടും സ്ഥലവും ഒക്കെ വിട്ടുമാറി പോകണമെന്നൊക്കെ തോന്നും. ക്ഷയിച്ച് നശിച്ചു പോകുന്ന സമയം, അപകടങ്ങളും കടങ്ങളും ഒക്കെ ഉള്ള സമയം, ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷമുള്ള സമയം. കൊമ്പന്മാരും ആയിരുന്നാൽ പോലും അടിത്തെറ്റി ആനയും വീഴും എന്ന് പറഞ്ഞതുപോലെ ചില പ്രയാസങ്ങൾ നമ്മൾ വീണു പോകുന്ന സമയമൊക്കെയാണ്. അതോടും നമ്മളെ കൂടെ നിൽക്കുന്ന തൊഴിലാളി, മുതലാളി എല്ലാവരോടും സ്നേഹമായിട്ട് മയമായിട്ട് കൂടുതൽ അത്യാഗ്രഹം ഇല്ലാത്ത തരത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിനയിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം വിരോധം കാണിച്ചാൽ ശത്രുവിൻ്റെ ഉപദ്രവം കൂടും, സ്നേഹം കാണിച്ചാൽ കുറച്ച് കുറയും വിരോധം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 7.5 ശനിയുടെ ജന്മശനി ആയതുകൊണ്ട് സൂക്ഷിക്കണം. ജന്മശനി വെച്ചാൽ പാവി ലഗ്നഗതേ പരാജയ ശിരോരുക്ക് ദുഃഖ ദുഷ്കീർത്തയ സ്ഥാനപ്രംശ ധനക്ഷയ അഖില ശരീര അസ്വാസ്ഥ ദുഃഖാനിതാനാണ്. പാവി ലഗ്നഗതേ പരാജയം എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം കിട്ടിയാലും ചെറിയ കാര്യത്തിലും എനിക്കത് വേണ്ടാതെ തോന്നി. അപ്പോൾ പരാജയം വന്നില്ലേ. ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ജോലി കിട്ടി, ആ ട്രെയിനിങ് പീരീഡിൽ തന്നെ ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്ന് കളഞ്ഞാൽ ജോലി പോകില്ലേ. അതുകൊണ്ട് പോവാതിരിക്കാൻ ശ്രമിക്കണം. ജോലിക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണമെന്നല്ല, ജോലി പോവാതിരിക്കാൻ ശ്രമിക്കണം. ദുഃഖം, മനസ്സിന് ദുഃഖവും ദുഷ്കീർത്തിയും സ്ഥാനപ്രംശം, നാടും വീടും വിട്ടു പോകണമെന്നും, വിദേശത്തിരിക്കുന്നവർക്ക് ആ രാജ്യം വിട്ടു പോകണം. ഇവിടെ ഇരിക്കുന്നവർക്ക് കൂടുതൽ ലീവ് എടുത്തിട്ടെങ്കിലും വിദേശത്ത് പോയാൽ കൊള്ളാമെന്ന് തോന്നും. എവിടെ ചെന്നാലും നല്ല സമയമാണെങ്കിൽ നമുക്ക് നല്ല നേട്ടങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ നേട്ടങ്ങൾ കുറഞ്ഞിരിക്കും. പോകണവർക്ക് പോവാം. അഖില ശരീര അസ്വാസ്ഥ ദുഃഖാന്, ശരീരം മൊത്തം പല അസ്വാസ്ഥ്യം എന്ന് വെച്ചാൽ സുഖമാണ്. അസ്വാസ്ഥ്യം, അസ്വസ്ഥതകളും ദുഃഖങ്ങളും, നെഞ്ചുവേദന, കാലുവേദന, മുട്ടുവേദന, തലവേദന, ഇങ്ങനെ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ പാർട്സുകളും പോയെന്നാണ് തോന്നുന്നത്. ഇനി ലാമ്പ് തൊട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വെന്റിലേറ്ററിൽ വരെ കിടക്കാൻ യോഗമുള്ള സമയം. അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസിൻ്റെ തുക കൂട്ടിക്കൊണ്ടൊന്ന് ആശുപത്രിക്കാർക്ക് ആദായം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം. 1 കോടി രൂപയിലേക്ക് ഇൻഷുറൻസ് എടുക്കാൻ പല ചാനലിലും പല വിദ്വാന്മാരും പറയുന്നുണ്ട്. അവസാനം 1 കോടിയിൽ നമ്മളെ ജീവിതം അവസാനിക്കരുത്. കോടി മരിക്കുമ്പോഴാണ് കോടി ഉണ്ടല്ലോ രക്ഷ. അപ്പോൾ അതേപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരണ സമയം. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് മരുന്നും വേണം, മന്ത്രവും വേണം എന്നാൽ ഇങ്ങനെയുള്ള കുരുക്കളുണ്ട്. എന്നാൽ 4 വേഴൻ 5 വേഴനൊക്കെയാണ് ഈ വർഷം. 4 വേഴൻ നിൽക്കുമ്പോൾ ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം നിത്യേഷാം ഹി ലാഭോ ഭവേ. ക്ഷേത്രം വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പശുവിനെ വളർത്താനും യോഗമുണ്ട്. പശുവിനെ ഇപ്പോൾ ആർക്ക് വളർത്താൻ താല്പര്യമെന്ന് ചോദിക്കെങ്കിലും
കാമധേനുവാണ് പശു. പണ്ടത്തെ കാലത്ത് എല്ലാ വീട്ടിലൊരു പശുവുണ്ട്, അതിൻ്റെ പാലും കുടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഡയറി ഫാം, പൗൾട്രി ഫാം, കൃഷി, നാൽക്കാലി, വ്യാപാരം, വ്യവസായം, പ്രവർത്തനങ്ങൾ, ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. സുഖം ഇത്യേഷ്യാമി ലാഭവും സുഖവും ലാഭവും ഐശ്വര്യമൊക്കെ കിട്ടുമെന്നാണ് വേഴഗ്രഹം 4 വരുമ്പോൾ. കിട്ടാതെ കിടക്കണ പൂർവിക സ്വത്തുക്കളൊക്കെ നിങ്ങൾ അടിയുണ്ടാക്കാതിരുന്നാൽ കിട്ടും. എനിക്ക് കൂടുതൽ വേണമോ, കുറച്ച് പോരാ, അത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരോട് വഴക്കുണ്ടാക്കില്ല. തരണത് നമുക്ക് മതിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ ഈ 7 ശനി കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞേ കിട്ടും. അതിര് തർക്കവും വഴി തർക്കമൊക്കെ ഉള്ളവർ സൂക്ഷിക്കണം. 1 സെൻറ്റ് 1/2 സെൻറ്റൊക്കെ പോയാലും ഉള്ളതിപ്പോൾ കിട്ടിയാൽ നോക്കും. അതിൽ കെട്ടി വിൽക്കണമെങ്കിൽ വിൽക്കുക, വീട് വയ്ക്കണമെങ്കിൽ വീട് വയ്ക്കുക. വാശിയുടെ പുറത്ത് കിടന്നാൽ ഇപ്പം നമുക്ക് നമ്മൾ ചത്താലും ചിലപ്പോൾ കേസ് തീരില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ, അധികാര അവകാശ തർക്കങ്ങളൊക്കെ ഉണ്ട്. കാരണം 7 ശനി കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ അതുകൊണ്ട് 1 സെൻറ്റ് കൊണ്ട് നമുക്ക് എന്ത് നേടാൻ പറ്റും? അതുകൊണ്ട് നമുക്കതൊക്കെ ഉള്ളത് മതി എന്ന് വിചാരിക്കണം. അങ്ങനെ നമുക്ക് ചെറിയ വിരോധങ്ങളും ശത്രുക്കളും വലിയ വിരോധം വരാതെ സൂക്ഷിക്കും. പിന്നെ 5-ൽ വേഴം വരും. പിള്ളേരെ കുറിച്ചും വിഷമിക്കേണ്ട. വേഴം 5-ൽ 12 വർഷത്തിലൊരിക്കൽ വരും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകണ സമയം. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തളർന്ന് ഉപ്പാട് വന്നവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ മക്കളുണ്ടാകണ സമയം. പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയസ്യ മനസന്തുഷ്ടസ്യ പുണ്യോദയം. എന്താണ് ലാഭം? ആരോഗ്യം, ബുദ്ധി, മനസ്സിന് സന്തോഷം, പുണ്യം. മക്കളെക്കുറിച്ച് വിഷമിക്കുന്നവർക്ക് മക്കളെ കൊണ്ട് സന്തോഷം കിട്ടുന്ന കാലഘട്ടമാണ്. പിള്ളേരൊക്കെ പഠിച്ച് നല്ല രീതിയിൽ വരട്ടെ. അവർ പറയണത് നമ്മൾ കേൾക്കണം. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കണം. കാരണം എന്താണ്? അവർക്കാണ് ഇപ്പം മെച്ചം. നമ്മളെ നാളുകാർക്ക് സന്താന ഭാവത്തിൽ വേഗം സഞ്ചരിക്കുന്ന സമയം മക്കളെ കൊണ്ടുള്ള സന്തോഷവും സമൃദ്ധിയും അനുകൂലവും അവരുടെ സ്നേഹ ബഹുമാനങ്ങൾ അവർ നിമിത്തം നമുക്ക് ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് വേഴത്തിൻ്റെ ഗതിയും ശനിയുടെ ഗതിയും ഈ സൂര്യ സംക്രമ പുണ്യകാല ഫലങ്ങളും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വീടും വസ്തുവും ധനവും പുറമേ ഉള്ള സമ്പത്ത് സന്തതി ഇതൊക്കെ നമുക്ക് വരും. പക്ഷെ കൂടുതൽ കടങ്ങളും ബുദ്ധിമുട്ടുകളും വരാതിരിക്കാൻ വളരെയധികം ശ്രമിക്കണം. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്കെന്നും നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും കിട്ടിക്കൊണ്ടിരിക്കും. ദശാകാലം ദോഷമാണെങ്കിൽ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ സൂക്ഷിക്കണം. കാലഭൈരവ സ്വാമിയെ ദർശനം നടത്തുന്നത് നല്ലതാണ്. കാരണം ഈ കാലഭൈരവ ശനിയുടെ അച്ഛനാണ് ഈ കാലഭൈരവൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങൾ മാറിക്കിട്ടാനും മുട്ടുദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, അപകടങ്ങൾ, കടങ്ങൾ ഇതൊക്കെ ഉള്ളത് മാറിക്കിട്ടാനും ഒക്കെ കാലഭൈരവ സ്വാമിയെ ഉപാസിച്ചാൽ നമ്മളെ പഴയ കാലത്തെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട രാജവംശക്കാരുടെ കൊട്ടാരം ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും വൈദ്യന്മാരൊക്കെ ആയിരുന്നു. അവർ ഈ മരുന്നും മന്ത്രത്തിന് വേണ്ടി ദേവന്മാരെ ഭജിച്ചിരുന്ന അമ്പലമാണ്. അവിടെ എല്ലാ പൂജകളും നടത്തിപ്പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമാവാസി ദിവസം കാലഭൈരവന് രാവിലെ ഗണപതി പൂജയുണ്ട്, 10 മണിക്ക് മുത്തഞ്ചി ഹോമമുണ്ട്, മരിച്ചുപോയ പിതൃക്ക് ബലി തിലഹോമം മുതലായ കർമ്മങ്ങളുണ്ട്. 4 മണിക്ക് സർപ്പപൂജയുണ്ട്, 5 മണിക്ക് ഭദ്രകാളി പൂജയുണ്ട്, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, ഇങ്ങനെ വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ ഉണ്ട്. ഇത് നോക്കാനും നടത്താനും ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ പൂജ നടത്താൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കും. ജാതകം പരിശോധിക്കുന്നു. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം അയക്കണം. ഫീസും തരേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.